welcome back to my channel. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ടാരറ്റ് കാർഡ്സിനെ പറ്റിയിട്ടാണ്. എന്താണ് ടാരറ്റ് കാർഡ്സ്, നമുക്കതെങ്ങനെ യൂസ് ചെയ്യാം, ഞാൻ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതിനെയൊക്കെ പറ്റിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ഒരു 2 വർഷമായിട്ട് ടാരറ്റ് കാർഡ്സ്, ഒറാക്കിൾ കാർഡ്സ് അതൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. സ്റ്റിൽ ഒരു ബിഗിനറാണ്. എനിക്ക് അതിൻ്റെ ഒരുപാട് ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയില്ല. ഞാൻ ഫുൾ ഡീപ്പ് ഡെപ്ത് ഒന്നും പോയിട്ടില്ല. പക്ഷേ എനിക്കറിയുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഞാൻ എങ്ങനെയാണ് അത് യൂസ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഞാൻ രമ്യ ഹരിശങ്കർ. സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും ക്ലിക്ക് ചെയ്തു എന്നാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോ ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. സോ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. ഞാൻ പ്ലാനർ സീരീസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തൊട്ട് നിങ്ങൾ കാണുന്നുണ്ട് എൻ്റെ കയ്യിൽ ഒറാക്കിൾ കാർഡ്സ്, ടാരറ്റ് കാർഡ്സ്, അതിൻ്റെ റീഡിങ് ഞാൻ വീക്ക്ലി റീഡിങ്സ് ചെയ്യുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പം അതിനെ പറ്റിയിട്ടാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഇത് നമുക്ക് പല രീതിയിൽ നമുക്ക് ഇത് ചെയ്യാം. ഇത് ട്രഡീഷണലായിട്ട് മന്ത്രവാദികളൊക്കെ ചെയ്യുന്ന രീതിയിൽ ഫോർച്യൂൺ ടെല്ലിങ് ഇതിനെ വേണമെങ്കിലും എടുക്കാം. പക്ഷെ ഞാനിത് മെയിൻലി പ്രിഫർ ചെയ്യുന്നത് എൻ്റെ ഒരു രീതി, ഞാനിതൊരു സെൽഫ് ഡെവലപ്മെൻറ്റ് ജേർണിയിലേക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഒരു ആൻസറായിട്ടും ഒരു ഗൈഡൻസിനും ഒക്കെ ആയിട്ടാണ് ഞാൻ യൂസ് ചെയ്യാൻ ഇത് വിചാരിക്കുന്നത് അല്ലെങ്കിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഇൻ ഡെപ്ത് ഒന്നും പോകാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു ബേസിക്, ഒരു ബിഗിനേഴ്സിന് ഇത് പെർഫെക്റ്റ് ആയിട്ടും എന്താണ് എന്ന് ഒരു ഐഡിയ ഇല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആദ്യം തന്നെ ടാരറ്റ് കാർഡ്സ് എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് പറയാം. അതിനുശേഷം നമുക്ക് ഒറാക്കിൾ കാർഡ്സ് എന്താണെന്നുള്ളത് പറയാം. പിന്നെ അതെങ്ങനെയൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ഓരോന്നായിട്ട് ഞാൻ പറഞ്ഞു പോവാം. സോ ആദ്യം തന്നെ ടാരറ്റ് കാർഡ്സ്. എൻ്റെ കയ്യിലുള്ള ടാരറ്റ് കാർഡ്സ് ഇതാണ്. ഇത് വൈൽഡ് അൺനോൺ ടാരറ്റ് കാർഡ്സാണ്. ഇത് കിം ക്രാൻസിൻ്റെ ആണ് ഈ ഒരു ടാരറ്റ് കാർഡ് വരുന്നത്. ഓക്കെ, സോ എൻ്റെ ഉള്ളിൽ കാർഡ്സ് ഇതാണ് ബോക്സ്. ഇത് തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉള്ളിൽ ഇങ്ങനത്തെ കാർഡുകൾ കിട്ടും. നമുക്ക് പല ടൈപ്സിൽ കാർഡുകളുണ്ട്. ഓരോ ഓതർ അനുസരിച്ച് അവരുടെ ഇമാജിനേഷൻ അനുസരിച്ചിട്ട് അവരെങ്ങനെ പിക്ചർ വരയ്ക്കും. പക്ഷേ ടാരറ്റ് കാർഡ്സിൽ ബേസിക് ആയിട്ടുള്ള പിക്ചറായിരിക്കും. എല്ലാ ടാരറ്റ് കാർഡ്സിലും ഈ പറയുന്ന എല്ലാ ചിത്രങ്ങളും, നിങ്ങളിപ്പോൾ കാണുന്ന എല്ലാ ചിത്രങ്ങളും കാണും. ഓക്കെ, ഇതിൽ ഏകദേശം 78 കാർഡുകളാണ് ടാരറ്റ് കാർഡ്സിൽ ബേസിക് ആയിട്ടുള്ള ഒരു ടാരറ്റ് കാർഡിൽ ഉണ്ടാവുന്നത്. ഇത് അറിയാലോ, പണ്ട് കാലം തൊട്ടിട്ട് തന്നെ ഉള്ള ഒരു കാര്യമാണ് ടാരറ്റ് കാർഡ്സ്. നിങ്ങൾ പണ്ടത്തെ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും, പണ്ടത്തെ മന്ത്രവാദികളൊക്കെ യൂസ് ചെയ്ത് കണ്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അങ്ങനെ ഇതിൽ 78 കാർഡുണ്ട്. ഇതിൽ മേജർ ആർക്കാണ്, മൈനർ ആർക്കാണ്, കപ്സ്, പെൻറ്റക്കിൾസ്, സ്പോർട്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത് നമുക്ക് പല ടൈപ്പിൽ നമുക്ക് യൂസ് ചെയ്യാം. ഡെയിലി നോക്കുന്നവരുണ്ട്, വീക്ക്ലി വൺസ് നോക്കുന്നവരുണ്ട്. ഞാനെപ്പോഴും വീക്ക്ലി വൺസ് നോക്കുന്ന ഒരാളാണ്. ഇല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് മനസ്സിൽ തോന്നുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംശയം തോന്നുകയാണ്, ഇല്ലെങ്കിൽ നമുക്കൊരു സെൽഫ് ഡെവലപ്മെൻറ്റ് ജേർണിയിലേക്ക്, അല്ലെങ്കിൽ നമ്മുടെ ഒരു മാനിഫെസ്റ്റേഷൻ ജേർണിയിലേക്ക്, അല്ലെങ്കിൽ ഗോൾ സെറ്റിങ്ങിലേക്ക് ഒക്കെ നമുക്കൊരു ഗൈഡൻസ് ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. അങ്ങനെയൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അല്ലാതെ ഫോർച്യൂൺ ടെല്ലിങ്ങിനോ ഭാവി ഭൂതം വർത്തമാനം പറയാനല്ല ഞാനിത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ അങ്ങനെയും യൂസ് ചെയ്യാം. അതിൽ ഒരു പ്രശ്നമൊന്നുമില്ല. നമ്മൾ ആ ജാതകമൊക്കെ നോക്കുന്ന മാതിരി ഇത് യൂസ് ചെയ്യാം. കാരണം ഇത് പണ്ട് തൊട്ടിട്ടുള്ളൊരു സാധനമാണ്. ഏൻഷ്യൻറ്റ് ട്രഡീഷണൽ ആയിട്ടുള്ളൊരു ഡെക്കാണ്. നമ്മൾ ഈ കാർഡുകളെ ഡെക്ക് എന്നാണ് പറയുന്നത്. ഡെക്കാണ് ഈ ടാരറ്റ് കാർഡ് എന്ന് പറയുന്നത്. സോ ഏത് ടാരറ്റ് കാർഡ് എടുത്താലും ബേസിക് ആയിട്ട് ഈ പറയുന്ന മൈനർ ആർക്കാണ്, മേജർ ആർക്കാണ്, അതിലാണ് നമ്മൾ ഡെത്ത്, ഫൂൾ എന്നുള്ളതൊക്കെ നിങ്ങൾ പല സിനിമയിലും കണ്ടിട്ടുണ്ടല്ലോ. ഡെത്ത് വന്നു കഴിഞ്ഞാൽ എന്തോ സംഭവിക്കാൻ പോകുന്നു, ഫൂളാണോ എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അതൊക്കെ ഈ ടാരറ്റ് കാർഡ്സിൻ്റെ ബേസിക്കാണ്. ടാരറ്റ് കാർഡ്സിൻ്റെ റൂൾസോ ടാരറ്റ് കാർഡ്സിൻ്റെ ചിഹ്നങ്ങളോ ടാരറ്റ് കാർഡ്സിൻ്റെ ഒരു ബേസിക് പ്രിൻസിപ്പിളോ മാറില്ല. ഇതെല്ലാം സെയിം. അത് എന്തൊക്കെ വ്യത്യാസങ്ങൾ കൊണ്ടുവന്നാലും ആ ബേസിക് പ്രിൻസിപ്പിൾ സെയിം തന്നെയാണ്. ഇത് മാറുകയില്ല. ഇത് ഒറിജിനൽ ട്രഡീഷണൽ ആയിട്ടുള്ള ടാരറ്റ് കാർഡ്സാണ്. ഞാൻ ഈ കാർഡ് എന്നല്ല ഉദ്ദേശിക്കുന്നത്, ടാരറ്റ് കാർഡ്സ് അങ്ങനെയാണ്. പിന്നെ ഓരോ ഓതർ അനുസരിച്ചിട്ട് ഇപ്പോൾ കിം ക്രാൻസ് ചെയ്തിരിക്കുന്നത് ഭയങ്കര ഇമാജിനറി ആയിട്ട് ഇങ്ങനത്തെ ഡിസൈൻസൊക്കെ കൊടുത്ത്
അതിനെ കളർഫുള്ളാക്കി ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ചെറിയ ചെറിയ കളർ പോപ്പിംഗ് കളറൊക്കെ കൊടുത്തിട്ട് അങ്ങനെ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ തന്നെയാണ് പിക്ചർ. ഇതിൻ്റെ ചെറിയ ചെറിയ വേരിയേഷൻസ് വരുമെന്ന് മാത്രമേ ഉള്ളൂ. ഈ കാർഡുകളൊക്കെ എല്ലാ ടാരോട്ട് കാർഡ്സിലും ഉണ്ടാവും. ഓക്കെ, അപ്പം കുറച്ച് കാർഡുകൾ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ടാരോട്ട് കാർഡ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞ പോലെ മൈനർ ആർക്കാന, മേജർ ആർക്കാന ഒക്കെ ഉണ്ടാവും. ഇനി ഒറാക്കിൾ കാർഡ്സ് എന്ന് പറയുന്നത് എൻ്റെ കയ്യിലുള്ള മൂണോളജി എന്ന് പറയുന്ന ഒറാക്കിൾ കാർഡാണ്. ഇത് യാസ്മിൻ ബുലാൻറ്റിൻ്റെ ആണ്. ഇത് മൂണോളജി ഒറാക്കിൾ കാർഡ്സ്. ഇതിൽ ഏകദേശം 44 ഡെക്കാണ് ഉള്ളത്. എല്ലാം മൂണിനെ ബേസ് ചെയ്തിട്ടുള്ള പിക്ചേഴ്സും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. ഒറാക്കിൾ കാർഡ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓരോ ഓതർ അനുസരിച്ചിട്ട് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ഭയങ്കര എനർജറ്റിക് ആയിരിക്കും, ഭയങ്കര പോസിറ്റിവിറ്റി ആയിരിക്കും, ഭയങ്കര ഫീൽ ഗുഡ് ആയിട്ടുള്ള നെഗറ്റീവ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ടാരോട്ട് കാർഡ്സ് അതേസമയം നമുക്ക് റൂൾസ് ഒന്നും മാറ്റാൻ പറ്റില്ല. അത് പണ്ട് എന്ത് റൂൾസാണോ പണ്ട് തൊട്ട് ഫോളോ ചെയ്യുന്നത് അത് തന്നെയാണ് ഇപ്പോഴും ഫോളോ ചെയ്യുന്നത്. അതിൽ കുറച്ച് പ്രിൻസിപ്പിൾസും കുറച്ച് കാര്യങ്ങളും സ്ട്രക്ചറും ഒക്കെ ഉണ്ട്. അത് അങ്ങനെ തന്നെ ഫോളോ ചെയ്താലേ ടാരോട്ട് കാർഡ് അങ്ങനെ തന്നെയാണ് ടാരോട്ട് കാർഡ് വർക്ക് ചെയ്യുന്നത്. ഒറാക്കിൾ കാർഡ്സ് അങ്ങനെയല്ല, ഭയങ്കര ഫ്ലെക്സിബിളാണ്. ഓരോ ഓതറനുസരിച്ച് ഓരോരുത്തരുടെ മൂഡ് അനുസരിച്ച് നമുക്കതിനെ ഓരോ കാർഡും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇതിൽ തന്നെ ഫസ്റ്റ് കാർഡ് നോക്കിക്കോളൂ. ഇത് ന്യൂ മൂൺ ഇൻ അക്വേറിയസ് ആണ് ഫസ്റ്റ് കാർഡ് വരുന്നത്. ഇതിൻ്റെ അർത്ഥം തന്നെ അവർ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ അവർ ഈ ഒരു കാർഡ് കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്, അതായത് ഈ ഡെക്ക് ഉണ്ടാക്കിയ ഓതർ ഉദ്ദേശിക്കുന്നത് ബ്രിങ് ലവ് ഇൻ ടു ദ സിറ്റുവേഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ എക്സ്പ്ലനേഷൻ നമുക്ക് ഒന്നല്ലെങ്കിൽ നെറ്റിൽ തപ്പിയാൽ കിട്ടും, അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ ഒരു ബുക്ക് നമുക്ക് കിട്ടുന്നതാണ്. അതിൽ നമുക്ക് എക്സ്പ്ലനേഷൻ കിട്ടും. എന്തൊക്കെയാണ്, നമുക്ക് എങ്ങനെയൊക്കെ രീതിയിൽ ചിന്തിക്കാം, എന്താണ് ഈ കാർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് ഈ ബുക്ക് തുറന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ബുക്കൊന്ന് തുറന്ന് കാണിച്ചു തരാം. കണ്ടോ, ഓരോ കാർഡും എന്തിനാണ് എന്നുള്ളതിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. റൈറ്റ്, അപ്പം ഇതാണ് ഒറാക്കിൾ കാർഡും ടാരോട്ട് കാർഡ്സും തമ്മിലുള്ള വ്യത്യാസം. ഒറാക്കിൾ കാർഡ്സിൽ മോണോളജി മാത്രമല്ല, പല ടൈപ്പ് ഓഫ് ഒറാക്കിൾ കാർഡ്സ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഓരോ ഓതറിനെ അനുസരിച്ചിട്ട് അവർക്ക് ഇഷ്ടമുള്ളത് എന്തൊക്കെയാണോ, അതിപ്പോൾ 44 കാർഡ് തന്നെ വേണമെന്നില്ല. പക്ഷേ ടാരോട്ട് കാർഡ്സിൽ മസ്റ്റായിട്ടും 78 കാർഡ്സ് എന്തായാലും ഉണ്ടാവും. ഒറാക്കിൾ കാർഡ്സ് ഇഷ്ടം പോലെ, ഓരോ ഓതർക്ക് എത്ര കാർഡ് ഉണ്ടാക്കണം തോന്നുന്നു അത്രയും കാർഡുകൾ ഉണ്ടാക്കും. ചിലപ്പോൾ 150 കാർഡുകളോടും ചിലപ്പോൾ ഉണ്ടാവും. ചില ഏഞ്ചൽ കാർഡ്സ് ഉണ്ട്. നമ്മുടെ ഇന്ത്യൻ ഗോഡസസിനെ ഇതാക്കിക്കൊണ്ട് ഇറക്കിയ കാർഡുകളുണ്ട്. മൃഗങ്ങളെ, കാറ്റ്സ്, ഡോഗ്സ്, ആനിമൽസ് ബേസിസിലുള്ള കാർഡുകളുണ്ട്. ഫ്ലവേഴ്സിനെ വെച്ചിട്ടുള്ള കാർഡുകളുണ്ട്. അങ്ങനെ പല ടൈപ്പ് ഓഫ് ഒറാക്കിൾ കാർഡ്സ് ഉണ്ട്. അതെല്ലാം ഓരോരുത്തർക്ക് പ്ലാന്റ്സിനെ വെച്ചിട്ട് തോന്നിയ കാർഡുകളുണ്ട്, ഡെക്കുകളുണ്ട്. അപ്പോൾ അതെല്ലാം ഓരോ ഓതേഴ്സ് അവർക്ക് ഇറക്കണം തോന്നി ഇറക്കിയ കാർഡുകളാണ്. ചെറിയ ടാരോട്ട് കാർഡ്സ് മാതിരിയുള്ള ഒരു പെർഫെക്റ്റ് റൂളോ ഒന്നുമില്ല. മിക്കപ്പോഴും ഈ ഒറാക്കിൾ കാർഡ്സ് ഒരു നല്ലൊരു പോസിറ്റിവിറ്റിക്കും നല്ലൊരു മൂഡ് ചേഞ്ചിങ്ങിനും ഒക്കെ ആയിട്ടാണ്. നല്ല പോസിറ്റീവ് വൈബായിരിക്കും. നമ്മൾ ഈ കാർഡ് തുറന്ന് നോക്കുമ്പോൾ നമുക്ക് നല്ലൊരു എന്താ പറയുക, നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ നമുക്കെങ്ങനെ സെൽഫ് ചേഞ്ച് വരുത്താം എന്നുള്ളതൊക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റുന്ന നല്ലൊരു കാർഡാണ് ഒറാക്കിൾ കാർഡ്. ടാരോട്ട് കാർഡ്സ് അങ്ങനെയല്ല, പെർഫെക്റ്റ് റൂളുകളുണ്ട്, പെർഫെക്റ്റ് എക്സാമ്പിൾ ഉണ്ട്, കറക്റ്റായിട്ടുള്ള നേരത്തെ തന്നെ ചെയ്തു വെച്ച കുറച്ച് സെറ്റ് ഓഫ് മീനിങ് ഉണ്ട്. അതൊന്നും നമുക്ക് മാറ്റാൻ പറ്റില്ല. ആ മീനിങ് എക്സ്പ്ലനേഷൻ നമ്മുടെ ഓരോരുത്തരുടെ അനുസരിച്ചിട്ട് മാറും എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ കാർഡ്സും അതിൻ്റെ എക്സ്പ്ലനേഷനും സെയിം ആയിരിക്കും. ഓക്കെ, ഇനി ഞാനിതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് പറയാം. ഞാൻ എല്ലാ വീക്കും ഒറാക്കിൾ കാർഡ്സ് റീഡ് ചെയ്യാറുണ്ട്. കാരണം ആ ഒരു വീക്ക് എങ്ങനെയാണോ, നല്ല ഹാപ്പിനെസ് ആണോ, എന്താണ് ഞാൻ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, ഏത് ക്യാരക്ടറാണ് മാറ്റേണ്ടത്, എൻ്റെ മനസ്സിൽ എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ അത് ചോദിച്ചിട്ട് ഞാൻ മിക്കപ്പോഴും ഒറാക്കിൾ കാർഡ്സ് എല്ലാ വീക്കും ഞാൻ എടുക്കാറുണ്ട്. അല്ല ഇനി വല്ല സീരിയസ് ഡിസ്കഷൻസോ അല്ലെങ്കിൽ സീരിയസ് ആയിട്ടുള്ള എന്തെങ്കിലും സംശയങ്ങളോ, സെൽഫ് സംശയങ്ങളോ, അല്ലെങ്കിൽ എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കാനുണ്ട്, കുറച്ച് എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഐ പ്രിഫർ ടാരോട്ട് കാർഡ്. കാരണം ടാരോട്ട് കാർഡ് കുറച്ചുകൂടെ, ഞാൻ പറഞ്ഞ പോലെ കുറച്ചുകൂടെ ഏൻഷ്യൻ്റ് ആണ്, കുറച്ചുകൂടെ പെർഫെക്റ്റ് ആണ്. ഇതിൽ വലിയ മീനിങ്സിന് വലിയ മാറ്റങ്ങളൊന്നും വരുന്നില്ല.
സോ അങ്ങനെ ഞാൻ യൂസ് ചെയ്യുന്നത് ടാരറ്റ് കാർഡ്സാണ്. ടാരറ്റ് കാർഡ്സിന് വേറൊരു ഇതുണ്ട്. ടാരറ്റ് കാർഡ്സ് എടുക്കുമ്പോൾ ഇത് നേരെയാണ്, ഇത് നേരെയല്ല, തല തിരിച്ചിട്ടാണ് വരുന്നതെങ്കിൽ, ഇപ്പോൾ ഈ ഒരു കാർഡ് നോക്കിക്കോളൂ, ഏസ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഈ ഒരു കാർഡ് ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ മീനിങ് എന്താണോ അത് അതേപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അല്ല, നമ്മൾ ഈ കാർഡ് തല തിരിച്ചിട്ടാണ് എടുക്കുന്നതെങ്കിൽ ഈ ഏസ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ മീനിങ് എന്താണോ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും, മീനിങ് ആയിരിക്കും നമ്മളത് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പം അങ്ങനെയാണ് ടാരറ്റ് കാർഡ്സ് വർക്ക് ചെയ്യുന്നത്. നമുക്ക് പല രീതിയിലെടുക്കാം. ഡെയിലി എടുക്കുന്നവരുണ്ട്, എന്തെങ്കിലും ആലോചിച്ചിട്ട്. വീക്കിലി എടുക്കുന്നവരുണ്ട്, മന്ത്ലി എടുക്കുന്നവരുണ്ട്, പാസ്റ്റ് പ്രസൻറ്റ് ഫ്യൂച്ചർ നോക്കി 3 കാർഡുകൾ എടുക്കുന്നവരുണ്ട്, 12 കാർഡുകൾ എടുക്കുന്നവരുണ്ട്. അതായത് ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, അങ്ങനെ ഒരു ഫുൾ ഇയർ എങ്ങനെ ഉണ്ടാവും എന്നറിയാൻ വേണ്ടി എടുക്കുന്നവരുണ്ട്. ഇല്ലെങ്കിൽ എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ, എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ, എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കുന്നവരുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഞാനൊരു സെൽഫ് ഡെവലപ്മെൻറ്റ് ജേർണിക്കാണ് അത് എപ്പോഴും ചെയ്യുന്നത്. ഇതിൻ്റെ കൂടെയും നമുക്ക് ഒരു ബുക്ക് നമുക്ക് അവൈലബിൾ ആണ്, ഇതൊക്കെ എങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടിരുന്ന് വായിച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു കാർഡ് എന്തിനാണ്. ഇതാണ് ഈ കാർഡിൻ്റെ ഒപ്പം വന്ന ബുക്ക് ഇതാണ്. അപ്പം എങ്ങനെയൊക്കെ യൂസ് ചെയ്യണം, എന്താണ് ഇതിൽ തന്നെ കപ്സ് ഉണ്ട്, പെൻറ്റക്കിൾസ് ഉണ്ട്, ഓരോ ഫാമിലീസ് ഉണ്ട്. മേജർ ആർക്കാന, മൈനർ ആർക്കാനയിൽ തന്നെ കാണിച്ചു തരാം. ഇതാണ് മൈനർ ആർക്കാന എന്താണെന്നുള്ളത്, മേജർ ആർക്കാന എന്താണെന്നുള്ളതിനെ പറ്റിയിട്ടുള്ള എക്സ്പ്ലനേഷൻ. ഓക്കെ, ഇനി ഇതിൽ തന്നെ നമുക്ക് കപ്സ് ഉണ്ട്, ഓരോ ഫാമിലീസ് ഉണ്ട്. വാൺസ്, കപ്സ്, സ്വോർഡ്സ്, പെൻറ്റക്കിൾസ്, അങ്ങനെ പറയുന്ന കുറേ ഫാമിലീസ് ഉണ്ട്. ഓരോന്നിനും പ്രത്യേകതരമായ ഓരോ രീതിയുണ്ട്, അല്ലെങ്കിൽ ഓരോ ക്യാരക്ടേഴ്സ് ഉണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് പല ടൈപ്പ് ഓഫ് കാർഡുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഓരോ കാർഡിനും ഓരോ മീനിങ് ആണ്. ഇത് കണ്ടോ, 4 കാർഡ് റീഡിങ്ങിനെ പറയുന്ന പേരാണ് ക്ലാരിറ്റി റീഡിങ്. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ക്ലിയർ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ 4 കാർഡ് റീഡിംഗ് ആണ് ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. എൻ്റെ മൊബൈൽ റിങ് ചെയ്തു. ഒരു ഫുൾ ഇയർ സ്പ്രെഡ് റീഡ് ചെയ്യുന്നത് 12 കാർഡുകൾ എടുത്തിട്ട് ഓരോ മാസം എങ്ങനെയാണോ എന്നുള്ളത് തിരിച്ചറിയുകയാണ്. എങ്ങനെ വെക്കണം, എങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കണം, എങ്ങനെയാണ് നമ്മളത് ഇൻ്റർപ്രറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതെല്ലാം നമുക്ക് ഇതിൽ എഴുതിയിട്ടുണ്ട്. നമ്മളെങ്ങനെ ഈ കാർഡിനെ മനസ്സിലാക്കണം എന്നുള്ളതൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതിപ്പോൾ നോക്കുള്ളൂ, നമ്മൾ വാൺസ് എന്നുള്ള സെക്ഷനിലെത്തി. ഇനി ഓരോ ഇപ്പുറത്ത് പിക്ചർ കൊടുക്കും, ഇപ്പുറത്തെ അതിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ടാവും. അത് നമ്മൾ എങ്ങനെ എക്സ്പാൻഡ് ചെയ്യണം എന്നുള്ളതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. ഓരോ ഓതർ അനുസരിച്ചിലും അല്ലെങ്കിൽ ഇത് നോക്കുന്ന ആൾക്കാരെ അനുസരിച്ചിട്ടിരിക്കും. ഇപ്പോൾ ഏസ് ഓഫ് വാൺസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പാൻഷൻ ഇൻസ്പിറേഷൻ ആണോ എന്ന് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കണ്ടോ? ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ടാരറ്റ് കാർഡ്സിൽ വരുന്നത്. ഇതിൽ ഡെത്ത് ഉണ്ട്, ഫൂൾ ഉണ്ട്, അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് കാർഡുകളൊക്കെ ഉണ്ട്. ഔളുണ്ട്, നിറയെ സ്വോർഡ്സ് കാണാം, കപ്സ് കാണാം, പല ടൈപ്പ് ഓഫ് കപ്പുകൾ കാണാം നമുക്ക്. പിന്നെ ക്വീൻ ഉണ്ട്, പൂവുണ്ട്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ ഒറാക്കിൾ കാർഡ്സ് ഞാൻ പറഞ്ഞില്ലേ, ഓരോ ഓതറിന് എന്തൊക്കെ തോന്നുന്നു അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഓരോ തീം അനുസരിച്ചിട്ട് അവർക്കിഷ്ടമുള്ള തോട്ടുകളും കാര്യങ്ങളുമാണ് അവർ ഇടുന്നത്. മിക്കപ്പോഴും ഒറാക്കിൾ കാർഡ്സ് കുറച്ച് പോസിറ്റീവായിരിക്കും. എണ്ണത്തിൽ ഡെക്കിൽ എണ്ണമില്ല, അവർക്ക് തോന്നുന്ന അത്ര ഡെക്കുകൾ അവർ ഉണ്ടാക്കും. സോ ഈ ഒരു പോസിറ്റിവിറ്റി അപ്രോച്ചിന് ഞാനിത് ചൂസ് ചെയ്യും. മേജറായിട്ടുള്ള എന്തെങ്കിലും ലൈഫ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഞാൻ ടാരറ്റ് കാർഡ് റീഡിംഗ് ആണ് എപ്പോഴും ചെയ്യുന്നത്. പിന്നെ ടാരറ്റ് കാർഡും ആയാലും ഒറാക്കിൾ കാർഡ് ആയാലും എടുക്കുന്ന സമയത്ത് എപ്പോഴും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. എപ്പോഴും മൈൻഡ് ഒന്ന് കാമായിട്ടിരിക്കാൻ ശ്രദ്ധിക്കണം. ഇത് സൂക്ഷിക്കുന്നതും അതിൻ്റേതായ ബോക്സിൽ തന്നെയാണ് ഞാൻ എപ്പോഴും സൂക്ഷിക്കുന്നത്. പുറത്ത് ഒരുമാതിരി ശ്രദ്ധയില്ലാതെ നമ്മൾ ഇടാറില്ല. കാരണം ഇതൊക്കെ കുറച്ച് നമ്മുടെ ഗ്രന്ഥങ്ങൾ മാതിരി തന്നെ കുറച്ച് ഏൻഷ്യൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ടാരറ്റ് കാർഡ്സൊക്കെ. സോ അതേമാതിരി തന്നെ സൂക്ഷിച്ച് വയ്ക്കാറുണ്ട്. ഇതെടുക്കുന്ന സമയത്ത് ഒന്നല്ലെങ്കിൽ കണ്ണടച്ചിട്ട് മെഡിറ്റേറ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ 3 പ്രാവശ്യം നല്ല ഡീപ്പ് ബ്രീത്ത് എടുത്ത ശേഷം ഒരു 1-2 നിങ്ങൾക്ക് എത്ര കാർഡുകൾ വേണോ അതിനനുസരിച്ചിട്ട് എടുക്കാം. പിന്നെന്താ, ഞാൻ പറഞ്ഞില്ലേ, ഇത് നമുക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ട്, എന്തെങ്കിലും സെൽഫ് ഡെവലപ്മെൻറ്റിൽ നമ്മുടെ കോൺഫിഡൻറ്റ് കുറവുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇതിന് നമുക്ക് ഹെൽപ്പ് ചെയ്യാം. അല്ലാതെ
വെറും മന്ത്രവാദവും ഫോർച്യൂൺ ടെല്ലിങ്ങും അല്ലാതെ തന്നെ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ യൂസ് ചെയ്യുന്നതിൻ്റെ ലിങ്ക് രണ്ടും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പം ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്താണ് ഒറാക്കിൾ കാർഡ്സും ടാരോട്ട് കാർഡ്സും എന്നുള്ളത്. ടാരോട്ട് കാർഡ്സിൽ തന്നെ പല ഓത്തേഴ്സിൻ്റെയും പല റെപ്രസെൻറ്റേഷൻസ് കാണും. ഈ ഒരു ഓത്തറിൻ്റെയാണ് ഞാൻ വാങ്ങിയത്. അപ്പം ഞാൻ വാങ്ങിയതിൻ്റെ ലിങ്ക് ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിയത്. എൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. എനിക്ക് തോന്നുന്നു ഒരു ലൈഫ് ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഇനിയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യൂ. ഞാൻ സ്റ്റിൽ ഐ എം എ ബിഗിനർ. ഞാനത് അല്ലാതെ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. ഇല്ലെങ്കിൽ ഞാൻ എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ഞാൻ ഈ നോക്കുന്ന സൈറ്റുകളുടെയൊക്കെ ലിങ്ക് ഞാൻ എപ്പോഴെങ്കിലും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നെന്താ, അപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്താണോ ടാരോട്ട് കാർഡ്സ്, എന്താണോ ഒറാക്കിൾ കാർഡ്സ്, എങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം. അവർക്കൊരു റഫായിട്ടുള്ളൊരു ഐഡിയ കാണിച്ച് പറഞ്ഞില്ലേ ഞാൻ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യുക. നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.